അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ. നമ്മുടെ എക്സാംസ് ഒക്കെ ഇതാ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററും നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ബോർഡ് എക്സാമിനുള്ള ടൈം കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ മൈൻഡിലുള്ള 3 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതാണ്: വാട്ട്, വെൻ ആൻഡ് ഹൗ എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും മനസ്സിൽ വരുമെങ്കിലും ഇതിനുള്ള ഉത്തരം നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. എന്നാൽ അതിനുള്ള ഉത്തരവുമായിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. വാട്ട്, എങ്ങനെ നമ്മൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബയോളജിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് പഠിക്കണം, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ആദ്യം വ്യക്തമായ ബോധം നമുക്ക് വേണം. അതിന് സിലബസ് നല്ലോണം പഠിക്കണം. അപ്പോൾ ബയോളജിയിൽ നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, അതായത് 2 ലൈഫ് പ്രോസസ്സിൽ ഓരോ പ്രോസസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, നമ്മുടെ നെർവസ് സിസ്റ്റം, ഹോർമോൺസ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മൂന്നാമത് ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസിൽ ചെയ്യുന്നതിൽ നമ്മൾ റീപ്രൊഡക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഉള്ള ഒരു ലിമിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്രംസ് വെച്ച് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ, എപ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് മനസ്സിലാക്കണം, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലിനനുസരിച്ച് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം, പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയം ഒക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുന്നതിന് അതിൻ്റെതായ രീതികളുമുണ്ട്. അപ്പോൾ ബയോളജിൻ്റെ കേസിൽ നമുക്കറിയാം, നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ബോറടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ആ ബോറടി മാറ്റാനുള്ള ട്രിക്കാണ് നമ്മൾ എപ്പോഴും വായിച്ച് പഠിക്കുന്നതിന് പകരം ഒന്ന് എഴുതി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാത്സ്, ഫിസിക്സ് ഒക്കെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ അത്ര പെട്ടെന്ന് മടുക്കില്ല. അപ്പോൾ ബയോളജിയും അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന വലിയ കാര്യങ്ങളെ ഒന്ന് ഷോർട്ടാക്കി ആദ്യം തന്നെ ഡയഗ്രംസ് പഠിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് പഠിക്കാം. ഇങ്ങനെയാണ് ബയോളജി പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ബോറടിക്കാതെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മിസ് ഇതിന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ട്സുകളൊക്കെ പഠിക്കുക. ചെറിയ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ച് നിങ്ങൾ പഠിക്കുന്ന ടേബിൾ അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചർ വരച്ചിട്ട് അതിൻ്റെ ലേബിൾ ചെയ്ത ഭാഗങ്ങൾ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം. ഇങ്ങനെ പഠിച്ചാൽ കൂടുതൽ ഈസി ആകും, അട്രാക്റ്റീവായിട്ട് പഠിക്കാം. നിങ്ങൾ മടുക്കാതെ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെ ബ്രെയിനിനെ ഓർമ്മപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ്. ഇനി മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞില്ലേ, ഏത് സമയത്ത് പഠിക്കണം എന്നുള്ളത്. രാവിലെ അല്ലെങ്കിൽ രാത്രി ടൈമിൽ നമ്മൾ പഠിക്കാനിരിക്കും, അതായത് സ്കൂളിൽ നിന്ന് വരുന്ന ടൈം. വെളുപ്പിനെ നേരത്തെ എണീറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ടൈമിൽ നല്ലോണം പഠിക്കുക. അത് കഴിഞ്ഞ് രാത്രിയിലാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ വീട്ടിലെ എല്ലാ കോലാഹലങ്ങളും സൗണ്ടൊക്കെ തീർന്ന് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ടൈമിൽ പഠിക്കുക. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, പഠിക്കുന്ന ടൈം ബ്രേക്ക് ഇടുക. 20-25 മിനിറ്റ് നിങ്ങൾ പഠിച്ചാൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇടുക. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, ചെറിയ സ്നാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഇനി ഹൗ എന്ന് മിസ് പറഞ്ഞതിന് കൂടുതൽ തന്നെ ചേർത്ത് വെക്കുകയാണ്, നമ്മൾ പഠിക്കുന്ന രീതിൻ്റെ ടൈമിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫ്ലാഷ് കാർഡ്സ് കാര്യങ്ങൾ നമ്മൾ ഓരോ ഡയഗ്രാം എന്ത് ചെയ്യുക, ഒന്നും കൂടെ വരച്ച് ലേബിൾ ചെയ്ത് പഠിക്കാം. ലൈഫ് പ്രോസസ് ചാപ്റ്ററിൽ കുറേ ഡയഗ്രാംസ് പഠിക്കാനുണ്ട്, സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഡയഗ്രാം പഠിക്കുമ്പോൾ കൂടെ ലേബിൾ ചെയ്യുകയും അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പഠിക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിച്ചാൽ ബയോളജി ഫുൾ മാർക്ക് തന്നെ നേടാം. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടിന് നല്ല ഒരു ഉയരത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പഠിക്കുമ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഇതുപോലെയാണോ നിങ്ങൾ പഠിക്കാറുള്ളത് എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. See you soon in the next video and bye-bye.